പ്രൈസ് ദി ലോർഡ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. പ്രവൃത്തി പുസ്തകത്തിലാണ് പത്രോസിൻ്റെ 1-ാമത്തെ പ്രസംഗം നമുക്ക് കാണാൻ കഴിയും. സ്വർഗരാജ്യത്തിന് താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്നൊക്കെ പറഞ്ഞ് കർത്താവ് അവരോട് കൊടുത്ത വാഗ്ദത്ത പ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തം നിവൃത്തി അഭിഷേകം ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് കേണ്ട പിതാവിൻ്റെ വാഗ്ദത്തിനോട് കാത്തിരിക്കണം. ശക്തി ലഭിച്ചിട്ട്, ആത്മാവ് ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി സാക്ഷികളായി. അതുപ്രകാരം ഒരു സാക്ഷികളായി. പത്രോസിൻ്റെ 1-ാം പ്രസംഗത്തിലുള്ള ആ പാപത്തെക്കുറിച്ചുള്ള പ്രസ്താവന ഞാൻ പറയാൻ താല്പര്യപ്പെടുക. അതിൻ്റെ 37-ാം വാക്യം, ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരെ പുരുഷന്മാരെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി, കണ്ടോ, റീപെൻഡന്റ് ആൻഡ് ബാപ്റ്റിസം, നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽക്കണം, മാനസാന്തരപ്പെടണം. ഇന്ന് മാനസാന്തരപ്പെട്ടല്ല വിശ്വാസികൾ സ്നാനപ്പെടുന്നത്. മാനസാന്തരപ്പെട്ടല്ല ഇന്ന് വിശ്വാസികൾ സ്നാനപ്പെടുന്നത്. കഷ്ടത മാറ്റി, കടം മാറ്റി, കണ്ണീർ തുടച്ച് ദുഃഖം മാറ്റി, ലോകത്തിൻ്റെ ഭൗതിക അനുഗ്രഹങ്ങൾ തലയിറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുത്ത് അവരെ കൊണ്ടുപോയി കലക്കവെള്ളത്തിൽ കൊണ്ടുപോയി മുക്കി പൊക്കി ഉണങ്ങിയ ഭാവിയെ നനഞ്ഞ ഭാവിയാക്കി കൊണ്ടുവന്നിരുത്തി പാട്ടും പാടിക്കൊണ്ടിരിക്കുക. ഒട്ടുമുക്കാലും സഭകളിൽ നടക്കുന്ന സംഭവമാണ് ഞാനിത് പറയുന്നത്. പരിഹസിക്കുകയല്ല, നിന്ദിക്കുകയല്ല, വേദനയോടെ ഞാൻ പറയുക. പാപമോചനമുള്ള വിശ്വാസികൾ കുറവാണ്. സുവിശേഷം പറയുമ്പോൾ നീ പാപിയാണെന്നും നിനക്കൊരു പാപപരിഹാരകൻ വേണമെന്നും നിന്റെ പാപപരിഹാരത്തിനായി യേശുക്രിസ്തു മരിച്ചെന്നും സർവ്വലോകത്തിൻ്റെ പാപത്തിനു വേണ്ടി യേശുക്രിസ്തു ബലിയായി തീർന്നെന്നും ആ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ചാലേ നിത്യതയ്ക്ക് പോകാനുള്ള വഴി തുറക്കപ്പെടുകയുള്ളൂ എന്ന് അവനോട് പറയണം. അത് പറയാതെയാണ് ഇന്നത്തെ പ്രസംഗങ്ങൾ മുഴുവനും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് രൂക്ഷമായ ഭാഷയിൽ അതിനെയൊക്കെ വിമർശിക്കുന്നത്. വിമർശിച്ച് രസിക്കുകയല്ല ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്നാണ് പറയുന്നത്. ഒരു പാസ്റ്റർ ഒരു വീട്ടിൽ കയറി ചെന്നു, ഒരു അക്രൈസ്തവൻ്റെ വീട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു നാമരീയ ക്രിസ്ത്യാനിയുടെ വീട്ടിലായിക്കൊള്ളട്ടെ, വിശേഷം പറയാൻ ചെല്ലുക. ആദ്യമായിട്ട് ചെല്ലുമ്പോൾ എന്താ ഇന്ന് അമ്മച്ച എന്നോട് വിശേഷം, അപ്പച്ച എന്നോട് വിഷയം, സുഖമായിരിക്കും വിശേഷം. മക്കളൊക്കെ എന്തോരം എത്തി, BSc പഠിച്ച് നിൽക്കുക, ഫൈനൽ എക്സാം എല്ലാം കഴിഞ്ഞു, പ്രാക്ടിക്കൽ നടന്നുകൊണ്ടിരിക്കുക. ശരി. അപ്പോൾ അവർക്ക് വേണ്ടി പാസ് എന്ത് ചെയ്യുക, നേഴ്സിന് വേണ്ടി ഒരു നേഴ്സായിട്ട് കുവൈറ്റിലോ ലണ്ടനിലോ എവിടെയെങ്കിലും ഒക്കെ ജോലി കിട്ടാൻ വേണ്ടി പാസ് കിടന്ന് അക്രാന്ന് പ്രാർത്ഥിച്ച് ആ കൊച്ചിനെ നേഴ്സിങ്ങിന് വിടുക, ജോലിക്ക് റെഡിയാക്കി വിടുക. അത് കഴിഞ്ഞ് മോൻ ചെറുക്കൻ വേറെ എന്തോ ഡിപ്ലോമ പഠിച്ചോണ്ടിരിക്കുക, അവനും ഒരു ജോലിക്ക് വേണ്ടി കിടന്ന് പ്രാർത്ഥിച്ച് അവനെയും കൊണ്ട് ജോലിക്കാരനാണ്. നല്ല വരുമാനമായി, കുടുംബമായി. അവർ രക്ഷിക്കപ്പെട്ടു എന്നാണ് പറയാം. അവർക്ക് പാപമോചനത്തെക്കുറിച്ച് അവരോട് പ്രസംഗിക്കണം. ആദാമ്യ പാപം നിമിത്തം സകല മനുഷ്യരും പാപികളാകണമെന്നും പാപത്തിൽ ജീവിച്ചാൽ നിത്യമായ നാശത്തിലേക്കാണ് പോകുന്നതെന്നും പാപമോചകനായ യേശുക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനായി നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് സ്വർഗരാജ്യത്തിൽ പോകണമെന്നുള്ള ആ യാഥാർത്ഥ്യം അവരെ പഠിപ്പിക്കാത്തിടത്തോളം കാലം അവരെ ഭൗതികമായി നമ്മൾ രക്ഷിച്ചെടുക്കുകയാണ്. ആത്മീകമായി അവരെ നശിച്ച് നരകാഗ്നിയിലേക്ക് തന്നെ പോകാനിടയിൽ. ഇതാ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത് വളരെ വൈകിയ. ഒരു ബന്ധക്കോസുകാരനായി ഞാനിത് മനസ്സിലാക്കിയത് വളരെ വൈകിയ. കാരണം വചനജ്ഞാനമുള്ള ദൈവദാസന്മാരിൽ നിന്നും, വചനം ദൈവത്താൽ ഭരമേൽപ്പിക്കപ്പെട്ട ദൈവദാസന്മാരിൽ നിന്നും യാഥാർത്ഥ്യങ്ങൾ പഠിച്ചപ്പോഴാണ് എനിക്കിത് എൻ്റെ കർത്താവ് എന്നെ അവരിൽ കൂടി പഠിപ്പിച്ചതാണ്. സ്തോത്രം. എളുപ്പജോലി വിട്ടുകളഞ്ഞിട്ട് ഇവിടെ വന്നു കിടന്ന് ബൈബിൾ കോളേജിൽ പഠിച്ച് അവസാനം 4-5 വർഷം ചവിട്ടിത്തൊഴിച്ചിട്ടും ഒരെത്തും പിടിയും കിട്ടാതെ കിടക്കുമ്പോഴാണ് ഒരു ദൈവവൃത്തിയിൽ നിന്ന് ശിഷ്യപ്പെട്ട് ഈ വചനങ്ങളൊക്കെ പഠിക്കാനില്ല. അപ്പോസ്തലിക ഉപദേശം. പത്രോസിൻ്റെ 1-ാം പ്രസംഗത്തിൽ പാപമോചനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു. സ്തോത്രം. അടുത്തതിൻ്റെ 3-ാം അധ്യായത്തെ പ്രവൃത്തി 3:19 ഒന്ന് വായിച്ചേ. പ്രവൃത്തി പുസ്തകത്തിലെ കുറേ വാക്യങ്ങൾ വായിക്കണേ. 3:19 ഒന്ന് വായിച്ചേ. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ആ വിഷയം പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയം പറയുന്നത്. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. അതാ പത്രോസിന്റെ പ്രസംഗം.
പത്രോസിന്റെയും പൗലോസിന്റെയും പ്രസംഗം പാപമോചനമായിരുന്നു. ഇന്നത്തെ പത്രോസുമാരുടെയും പൗലോസുമാരുടെയും പ്രസംഗം ലോകത്തിന്റെ ഭൗതിക അനുഗ്രഹങ്ങൾ. ഇവിടെയാണ് നമ്മൾ തകർന്നു കിടക്കുന്നത്. ഈ മേഖല പണിയപ്പെടണം. അതിനാണ് എൻ്റെ പ്രസംഗം. അല്ല ആരെയും വ്രണപ്പെടുത്താനും ആരെയും വേദനിപ്പിക്കാനൊന്നുമല്ല. ആ വേദനിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെടണം, അല്ല വേറെന്താ? ചെപ്പടി വിദ്യ കാണിച്ചുകൊണ്ടിരിക്കാനല്ല വചനം എടുത്തുകൊണ്ട്. വചനം എടുത്ത് വായി തോന്നും മനസ്സിൽ തോന്നും പറയാനല്ല, പാപത്തിനെതിരെ പ്രസംഗിക്കണം. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന്. പ്രവൃത്തി 5:31 വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. പ്രവൃത്തി 5:31. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. ഇസ്രായേലിന് പാപമോചനം ഉണ്ടാകണം. അവരുടെ പാപത്തിന് പരിഹാരം വരുത്താനാണ് കർത്താവ് അവരുടെ അടുക്കലേക്ക് വന്നത്. അവരെ യേശുവിനെ തള്ളിക്കളഞ്ഞു. ഇസ്രായേൽ കിടന്ന് അംശമായി കഷ്ടം അനുഭവിക്കുന്നതിന്റെ കാരണം എന്താ? മസിയെ തള്ളിക്കളഞ്ഞുകൊണ്ടാ. ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞെന്താ? ഞങ്ങൾ ആയുധം കീഴെ വെച്ചാൽ ഞങ്ങളില്ല, ഞങ്ങളെ അവർ കത്തിച്ചു കളയും. അതുകൊണ്ട് ഞങ്ങൾ ആയുധം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് യുദ്ധം ചെയ്ത് അവർ പോവുക. ഒരു സ്വസ്ഥത അവർക്കില്ല. അവിടെ സഹോദരന്മാർക്ക് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അവർ വിചാരിക്കുന്നു ഇപ്പോൾ ഇറാനെയും ഇവരെയൊക്കെ തീർത്തു കഴിഞ്ഞ് സമാധാനം കിട്ടുമെന്ന്. ഒരിക്കലും കിട്ടാൻ പോണില്ല. അവരെ മുച്ചൂടി മുടിക്കാനായിട്ടുള്ള പ്രാവചന നിവൃത്തിയപ്രകാരമുള്ള യുദ്ധം വരാൻ പോവുക. ഗോഗുമാഗോവിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ 2 തകർത്ത് തരിപ്പണമാക്കുന്ന യുദ്ധം വരാൻ പോവുക. ഇവരത് മനസ്സിലാകാതിരിക്കുക. ഇവരത് അറിയുന്നില്ല. അവർക്ക് ആ വചന വെളിപ്പാട് അവരൊന്നും വിശ്വസിക്കുന്നില്ല. അതിൻ്റെ മോശല പ്രമാണത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുക. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളൊക്കെ അവർ വായിച്ച് പഠിക്കണം. അതിനവരുടെ കണ്ണ് ബ്ലൈൻഡായിരിക്കുക. യഹൂദൻ്റെ കണ്ണ് ബ്ലൈൻഡായിരിക്കുക. ഇപ്പം ജാതികളുടെ കണ്ണാ തുറന്നിരിക്കുന്നത്. അവനൊരു സമയം വെച്ചിരിക്കുക. അവസാനത്തെ പണിഷ്മെൻറ്റ് ഇസ്രായേൽ പർവ്വത നിരകളിൽ ഗോഗുമാഗോവിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം അവർക്കെതിരെ യുദ്ധം ചെയ്ത് അവരെ 2 നശിപ്പിക്കുമ്പോൾ സഖറിയാ പ്രവാചകന്റെ പ്രവചന നിവൃത്തി എന്നവണ്ണം അവർ കുത്തിയവങ്കിലേക്ക് നോക്കി നിലവിളിക്കുകയും ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും ചെയ്യും. അപ്പോഴത്തേക്ക് അവർ 2 തീർന്നിരിക്കും. ഇതൊക്കെയാണ് വചനത്തിലൂടെ പഠിച്ചെടുക്കാൻ കഴിയുന്ന പ്രാവചനിക ഭാഗങ്ങൾ. ഇതൊന്നും പറയാനുള്ള സമയമല്ല ഇപ്പോൾ. ഒന്ന് തൊട്ടുപോയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്മാരുടെ പ്രസംഗം മുഴുവൻ ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും. അടുത്ത എൻ്റെ പ്രവൃത്തി 10:43 വായിക്കാം. 10:43. കൊർന്നേല്യോസിന്റെ ഭവനത്തിൽ വന്ന് പത്രോസ് പ്രസംഗിച്ച സമയത്ത് നടന്ന സംഭവം. 10:43. അവനിൽ കർത്താവിൽ വിശ്വസിക്കുന്ന അവനും കർത്താവിന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയും. അതാ പ്രസംഗം, പാപമോചനം. പൗലോസിന്റെയും പത്രോസിന്റെയും യോഹന്നാന്റെ പ്രസംഗം മുഴുവൻ പാപമോചനമായിരുന്നേ. നീ പ്രവൃത്തി 26:18 വായിച്ചേ. ഞാനിത് ഈ വാക്യങ്ങൾ എടുത്ത് പറയുന്നതിൻ്റെ കാരണം ബഹുമാനപ്പെട്ട പാസ്റ്റർമാരും വിശ്വാസികളെല്ലാം ഇത് മനസ്സിലാക്കണം. അപ്പോസ്തലന്മാരുടെ പ്രസംഗ വിഷയം പാപമോചനം. പാപത്തിനെതിരെ അവർ പ്രസംഗിച്ചു. ഭൗതിക അനുഗ്രഹം കിട്ടുമെന്നല്ല അവർ പ്രസംഗിച്ചത്. അടുത്ത വായിച്ചു. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കലേക്ക്. ദൈവമക്കളെ ഇതൊന്ന് കേട്ടു നോക്കി. എന്താ വായിപ്പ്! പൗലോസിനെ കുറിച്ചുള്ള ദൈവഹിതം അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് കിടക്കുക, അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കലേക്ക് അയക്കുന്നു എന്ന് കൽപ്പിച്ചു. പൗലൂസിനെ കുറിച്ചുള്ള ദൈവഹിതം വെളിപ്പെടുത്തുക പൗലൂസിനെ. അത് പൗലൂസ് ഒരു കൂട്ടരോട് പ്രസംഗിക്കുക, എന്നെക്കുറിച്ചുള്ള ദൈവഹിതം ഇതാണെന്ന്. ഒരു പാസ്റ്ററിനെ കുറിച്ചുള്ള ദൈവഹിതം ഇതാ, സാത്താന്റെ അധികാരത്തിൽ കിടക്കുന്നവരെ രക്ഷിച്ചെടുക്കുക.
പാപത്തിന് അടിമകളായവരെ പാപത്തിൽ സ്വാതന്ത്ര്യപ്പെടുത്തിയെടുക്കുക, അതിനുള്ള ഉപദേശം പ്രസംഗിക്കുക, അതിന് ക്രിസ്തുവിനെ പ്രസംഗിക്കുക. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രിസ്തുവിനെ പ്രസംഗിച്ച് പാപമോചനത്തിലേക്ക് ജനത്തെ നടത്തുക. അതിനുശേഷം ദൈവകൽപ്പന അനുസരിക്കാനായിട്ട് അവരെ പ്രബോധിപ്പിക്കുക. ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, അവൻ്റെ ദിവ്യ സ്വഭാവമുള്ളവരായി ഒരു കൂട്ടം ജനത്തെ വാർത്തെടുക്കുക. ഇതാണ് പാസ്റ്ററുടെ ശുശ്രൂഷ. ഇല്ലാതെ 10 ചക്രത്തിന് വേണ്ടിയുള്ള അക്രാന്തം കാണിക്കലല്ല. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ അതാ. തമ്മിത്തല്ലും വഴക്കും കോടതിയും കേസുമായിട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇതെവിടെ ചെന്ന് അവസാനിക്കും? ഞാൻ പറയാം എവിടെ ചെന്ന് അവസാനിക്കുന്നു? നരകത്തിൽ ചെന്ന് അവസാനിക്കും. മനസ്സിലായോ? ഒന്നാം തരം സഭയുടെ അംഗങ്ങളായിരുന്നു ഞാനും ഒക്കെ. ഇവിടെ നിന്ന് വിട്ട് ഓടാനുള്ള കാരണം ഇതാ. അപ്പോസ്തലന്മാരുടെ പ്രസംഗം പാപമോചനം, ദൈവരാജ്യം, സ്വർഗരാജ്യം, ആത്മീയ വളർച്ച, ആത്മീയ വർധനവ്, ആത്മീയ നിറവ്. ഇന്നത്തെ ഈ കുരുടന്മാരുടെ പ്രസംഗം മുഴുവൻ ഭൗതികം ഉണ്ടാക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നുള്ളൂ, ബിസിനസ്സിനെ അനുഗ്രഹിക്കുന്നു, നിന്റെ മക്കളെ വിദേശത്തേക്ക് അയക്കുന്നു. ആവർത്തന പുസ്തകത്തിലുണ്ടല്ലോ, നിന്റെ തൊട്ടിയും കുടയ്ക്കുന്ന മാവും പട്ടിയും പൂച്ചയും എല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതാ പ്രസംഗം. അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്, ഭൗതികമായി അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. ദൈവം കൊടുത്ത അനുഗ്രഹമാണെന്നും പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി നടക്കുക. ലൂക്കോസ് 16 ചെന്ന് ഒരുത്തൻ കിടക്കുന്നിടത്ത് കിടക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്, അയ്യോ അബദ്ധം പറ്റിയല്ലോ, പിന്നെ എങ്ങനെ രക്ഷപ്പെടാമെന്നായി. രക്ഷപ്പെടാൻ വഴികളില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പാപമോചനത്തെക്കുറിച്ച് സഭയിൽ പ്രസംഗിക്കുക. ലോകത്തിലും പാപമോചനം തന്നെയാണ് പ്രസംഗിക്കേണ്ടത്. ലോകത്തിൽ ശരിക്കും പാപമോചനം പ്രസംഗിച്ച് രക്ഷിക്കപ്പെടാത്തവരെ പാപമോചനത്തെക്കുറിച്ച് പ്രസംഗിച്ച് അവരെ സഭയെ കൊണ്ടുവന്നിരുത്തി പിന്നെ പാപമോചനത്തെക്കുറിച്ചല്ല പ്രസംഗിക്കേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം? പാപത്തിന് വിടുതൽ പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി സ്വർഗരാജ്യം പ്രാപിച്ചെടുക്കാനുള്ള ഉപദേശം. കോമൺ സാൽവേഷൻ, മറ്റൊരുത്തരും രക്ഷയില്ലാതെ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. രക്ഷിക്കപ്പെട്ട് വരുന്നവരെ, അത് സുവിശേഷത്തിൻ്റെ 1-ാം ഭാഗം. 2-ാം ഭാഗം, രക്ഷാപൂർത്തിയിലേക്ക് നടത്തപ്പെടാൻ ഉപദേശം പഠിപ്പിച്ചവരെ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി ദിവ്യ സ്വഭാവത്തിൽ കൂട്ടാളികളാക്കി വളർത്തിയെടുക്കുക. ഇതെവിടെയുള്ളത്? ഇതെവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ട് പാസ്റ്റർ. സന്തോഷം. അതുണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, എൻ്റെ ആഗ്രഹം. ഞങ്ങളൊരു ചെറിയ ഗ്രൂപ്പേ ഉള്ളൂ എങ്കിലും ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മരണം വരെ ഇത് തന്നെ പ്രസംഗിക്കും. രക്ഷിക്കപ്പെടാത്തവരുടെയിൽ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. രക്ഷിക്കപ്പെട്ടി കൊണ്ടുവന്നിരുത്തിയിട്ട് എന്ത് ചെയ്തു? ആത്മീയ വളർച്ച, ആത്മീയ വർധനോ, ആത്മീയ നിറവിലൂടെ പ്രസംഗിക്കുന്നു. അല്ലെങ്കിൽ രൂപാന്തരത്തിനോ ഉയർപ്പിനോ വേണ്ടുന്ന ആത്മീയ നിലവാരം വിശ്വാസികൾക്കുണ്ടാകണം, അതിനുവേണ്ടി പ്രസംഗിക്കുന്നു. അതാ പ്രസംഗം. ചുമ്മാ കിടന്ന് കുറേ ബഹളം വെച്ചുകൊണ്ടൊന്നും അറിയില്ല. ഹല്ലേലൂയ. കൃപയുടെ സുവിശേഷമാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. ദൈവരാജ്യത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും നമ്മൾ പ്രസംഗിക്കുന്നത്. അവരിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അടുത്ത അതാക്കി അല്ലല്ല, ആ ഭാഗം കഴിഞ്ഞിന്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. എന്തോ ഒരു പ്രയോഗമാണ്. കർത്താവ് ആരാണ്? അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. ഗാന്ധിയുടെ പ്രതിമയുടെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് ഇത് നെഹ്റു ആണെന്ന് ആരെങ്കിലും പറയുമോ? കാരണം ഗാന്ധിജിയെപ്പോലെ മുഖം തീർന്നാൽ മാത്രമേ ആ പ്രതിമ പോലും അവരെ സ്ഥാപിക്കത്തുള്ളൂ. എനിക്കറിയാം, ചില പ്രതിമകളുടെ അടുക്കൽ ചെന്ന് നിൽക്കുമ്പോൾ ഗാന്ധി ഇരിക്കുന്ന പോലെ തോന്നും. ഉണ്ടാക്കുന്ന വ്യക്തി, പ്രതിമ നിർമ്മിക്കുന്ന വ്യക്തി, അത് ഗാന്ധിയെ ഉണ്ടാക്കുന്ന പോക്കിട്ട് നെഹ്റു പോലെ വരുമോ? ഇല്ല. ഗാന്ധിയെ പോലെ ആയില്ലെങ്കിൽ അതിനെ തച്ചുളച്ച് പിന്നെയും രൂപപ്പെടുത്തി ഗാന്ധിയെ പോലെ ആക്കും. ഇവിടെ യേശുക്രിസ്തു ആരാന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ പ്രതിമ. അർത്ഥം, യേശുക്രിസ്തു ദൈവമാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും കേട്ട് പഠിച്ചോണം. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ. ദൈവം തന്നെയാണവൻ. ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തിലുണ്ടായിരുന്നു, വചനം ദൈവമാകുന്ന യേശുക്രിസ്തു. ജഡമെടുത്ത് വചനമായി തീർന്നവൻ. തോമാസ് പറയുന്നുണ്ട്, എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമായുള്ളവേ. എത്ര വാക്യങ്ങൾ വേണം
യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് നമുക്ക് പഠിപ്പിക്കുവാൻ. ഇന്നത്തെ കുറെ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നു. അത് ദുരുപദേശമാണ്. അത് ദൈവവചനത്തിലൂടെ അവർ പഠിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരാത്മാവിൽ അത് ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോവുക. അടുത്ത സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം. അപ്പൊ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ഇവിടെ നമുക്ക് കാണാൻ പറ്റത്തില്ലേ? എത്ര വ്യക്തമായിട്ട് കാണാൻ കഴിയും! എത്ര മനോഹരമായിട്ടാണ് പൗലോസോടെ പഠിപ്പിക്കുന്നത്. അവർ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. 1 യോഹന്നാൻ 1:3 അത് തന്നെ പറയുന്നത്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് പറയുന്നുണ്ട്. യേശുക്രിസ്തു മുഖാന്തരമാണ് സകലം സൃഷ്ടിക്കപ്പെട്ടു. സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവ്വത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അടുത്ത വേറൊരു പഠനത്തിലേക്ക് 18-ാം വാക്യം വരികയാണ്. അവൻ സഭയെന്ന ശരീരത്തിൻ്റെ തലയുമാണ്. സഭയെന്ന ശരീരത്തിൻ്റെ തല. ക്രിസ്തു ആരാ? സഭയുടെ തല. സഭ ഏതാ? ക്രിസ്തുവിൻ്റെ ശരീരം. ഇവർ ഒറ്റ പഠിപ്പിക്കല് സഭയെ പഠിപ്പിക്കുന്ന എത്ര പേരുണ്ട്? ഇപ്പൊക്കെ കുറെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ കിടന്ന് കണ്ടോഷഭയം ചെയ്യാൻ തുടങ്ങിയ പിന്നെ സഭയുടെ തല ക്രിസ്തുവാണ്. ശരീരമാണ് സഭ. 2-ാം അധ്യായത്തിലെ വിഷയം ഇവിടെ ഒന്ന് വായിക്കാം, ഒന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി. കൊലോസ്യർ 2:18 2-ാം ഭാഗം തൊട്ട് 2:18 തൊട്ടൊന്ന് വായിച്ചാൽ. കൊലോസ്യർ 2:18. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. താഴ്മയിലും രസിച്ച് പാസ്റ്റർമാരെ ആരാധിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. പാസ്റ്റർമാരെ ആരും ദൈവമായിട്ട് കാണരുത്. പൗലോസാര്, പത്രോസാര്, യോഹന്നാനാര്, യാക്കോബ് ആരെന്ന് അവർ തന്നെ പറയുക. ഇവിടെ പാസ്റ്റർമാർക്ക് ദൈവത്തിന് സ്ഥാനം കൊടുക്കുക. ദൂതന്മാരെ ആരാധിക്കുന്നതിൽ രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളുടെ വിരുദ്ധ തെറ്റിക്കരുത്. തലയെ മുറുകെ പിടിക്കുക, ക്രിസ്തുവിൻ്റെ ഉപദേശത്തെ മുറുകെ പിടിക്കുക, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കുക, നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളുക, സാക്ഷാലുള്ള ജീവനെ മുറുകെ പിടിക്കുക, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കുക. അതാണ് തലയെ മുറുകെ പിടിക്കുക. ക്രിസ്തുവിൻ്റെ ഉപദേശത്തെ മുറുകെ പിടിക്കുക. തലയെ മുറുകെ പിടിക്കാത്തവൻ ആരും നിങ്ങളുടെ വിരുദ്ധ തെറ്റിക്കരുത്. നമ്മൾ ഓട്ടക്കളത്തിൽ ഓടുക. പോലീസ് ഓടിയ പോലെ നല്ല പോലെ ഓട്ടം തിരിച്ച് വിശ്വാസം കാത്തു എന്നെഴുതിയിരിക്കുന്ന പോലെ നാം ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുക. ആ ഓട്ടക്കളത്തിൽ ഓടുന്ന നമ്മുടെ വിരുദ്ധ തെറ്റിക്കാൻ ആർക്ക് കഴിയും? ക്രിസ്തുവിൻ്റെ ഉപദേശം പ്രസംഗിക്കാത്ത ഒരു വ്യക്തിക്ക് നമ്മുടെ വിരുദ്ധ തെറ്റിക്കാൻ കഴിയും. ബുദ്ധിയോടെ, പരിജ്ഞാനത്തോടെ, വിവേകത്തോടെ ഈ വിഷയം നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. കാരണം കർത്താവിൽ കൂടിയാണ് നമുക്ക് നിത്യത, സ്വർഗരാജ്യം, ദൈവരാജ്യം. മോശയുടെ പ്രമാണത്തിൽ സ്വർഗരാജ്യത്തേക്ക് പോകാനുള്ള ഒരു വഴിയും കാണുന്നില്ല. അത് കൊല്ലുന്ന പ്രമാണം, ഇരുട്ടിൻ്റെ പ്രമാണം, മരണത്തിൻ്റെ പ്രമാണമെന്ന് 2 കൊരിന്ത്യർ 12-ാം അധ്യായം 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം നന്നായിട്ട് വായിച്ച് പഠിച്ചാൽ മനസ്സിലാവും. സംശയമുള്ളവരൊന്ന് വായിച്ചേക്കുക. ഇപ്പോൾ വായിക്കാൻ സമയമില്ല. ഹല്ലേലൂയ. അപ്പോൾ അവൻ സഭയെന്ന ശരീരത്തിൻ്റെ തലയുമാകുന്നു. അപ്പോൾ ഇവിടെ കൊലോസ്യ ലേഖനത്തിൽ എന്താ പറയുന്നത്? ഇപ്പോൾ വായിച്ചു നിർത്തിയത് തലയെ മുറുകെ പിടിക്കാത്തതിന് ആരും വിരുദ്ധ തെറ്റിക്കരുത്. അടുത്ത തലയായവനിൽ നിന്നല്ലോ 19 വായിച്ചു. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ച് ഏകീഭവിച്ചു. അപ്പൊ തലയായവനിൽ നിന്നാണ് വളർച്ച പ്രാപിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പ്രമാണം കേട്ടനുസരിച്ചാണ് ആത്മീയ വളർച്ച പ്രാപിക്കുന്നത്, ആത്മീയ വർധന പ്രാപിക്കുന്നത്, ആത്മീയ നിറവ് പ്രാപിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിൻ്റെ പ്രമാണം സഭയിൽ പ്രസംഗിച്ചില്ലെങ്കിലോ? സങ്കീർത്തനം വായിച്ചിട്ട് നേരെ ഞങ്ങൾ അങ്ങോട്ട് വരും, പുതിയ നിയമത്തിലേക്ക് വരും.
സങ്കീർത്തനം വായിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? അത് ശരിയാകത്തില്ല. ഞങ്ങളുടെ മേലാളന്മാർ ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുക. നിങ്ങളെ മേലാളന്മാർ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോവുക വലിച്ച്, അല്ല വേറെ എന്താ? സങ്കീർത്തനത്തിൻ്റെ രചനയുടെ ഭാഷ നമ്മൾ പഠിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 109 സങ്കീർത്തനത്തിൽ ദാവീദ് സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മുടിഞ്ഞു പോട്ടെ, നശിച്ചു പോട്ടെ, അവൻ്റെ സന്തതി ആഹാരമില്ല, തെണ്ടി നടക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുക. കാരണം കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന വ്യവസ്ഥിതി നിലനിൽക്കുമ്പോൾ രചിക്കപ്പെട്ടതാണ് സങ്കീർത്തന ഭാഗങ്ങൾ. ഒത്തിരി സങ്കീർത്തനം നമുക്ക് പഠിക്കാനും ധ്യാനിക്കാനും ഉണ്ട്, ശരി തന്നെ. എന്നാൽ വസ്തുനിഷ്ഠമായി പഠിക്കുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ രചനയും ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതിയും ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാനാണ് അവരെ പ്രബോധിപ്പിച്ചത്. അതാണ് മത്തായി 5 കർത്താവ് വന്നിട്ട് എന്ത് ചെയ്തു? പ്രമാണം തിരുത്തി എഴുതിയത്. തലയായിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ച് ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. ദൈവികമായ വളർച്ച, ആത്മീയമായ വളർച്ച പ്രാപിക്കുന്നതിൽ എന്തോ പറ്റും? ആത്മീയ വിളർച്ച പ്രാപിക്കും. വിളർച്ച. ഈ നല്ല ഭക്ഷണം കഴിക്കാത്ത കുട്ടികളെ കണ്ടിട്ടില്ലേ? ശരീരത്തിൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ വരവൊക്കെ വന്ന് വയറ് ഊന്തി കണ്ണും കുഴിഞ്ഞ് പാണ്ടി തല പോലെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? മാങ്ങാണ്ടി പോലുള്ള തലയും വെച്ച് വയറ് ഊന്തി കയ്യും കാലും ഒക്കെ അസ്ഥി കഷ്ണം പോലെ ഇരിക്കുക. പ്രോട്ടീൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇന്ന് ആൽപ്പിക കോളത്തിൽ കിടക്കുന്നതൊക്കെ ഒട്ടുമുക്കാൽ ഇതേപോലെയൊക്കെ ഇരിക്കും. ആൽപ്പികമായി, ഭൗതികമായി കാണുമ്പോൾ വലിയ വയറും കണ്ണും കയ്യും കാലും 150, 130, 140 വെയിറ്റ് കിലോഗ്രാം തൂക്കമുള്ള ആൾക്കാരൊക്കെയാണ്. ആത്മീയമായി ICU കിടക്കുന്ന വ്യക്തികൾക്ക് തുല്യമാണ് ഇവർ. ആത്മീയമായി ഇവർക്ക് വളർച്ചയില്ല. ഭൗതിക വളർച്ചയേ ഉള്ളൂ, ഭൗതിക നന്മകളേ ഉള്ളൂ. ഭൗതികമായി ഉയർന്നു നിൽക്കുക. മക്കളെല്ലാം വിദേശ നന്മ കൊണ്ട് നിറഞ്ഞു കിടക്കുക. 4 ഭാഗത്തു നിന്നും വരുമാനം വന്നുകൊണ്ടിരിക്കുക. വരുമാനം കൂടുന്തോറും നരകത്തിലേക്ക് പോവുകയാണെന്ന് മനസ്സിലാക്കിക്കോണം. കർത്താവ് എന്താ പറഞ്ഞത്? നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. അതുകൊണ്ടാണ് നിക്ഷേപം സ്വരൂപിക്കരുതെന്ന് കർത്താവ് പഠിപ്പിച്ചത്. കള്ളന്മാർ ദുരിതമോഷ്ടിക്കുകയും പുഴുവരിക്കുകയും തുരുമ്പിടിക്കുകയും ചെയ്യുന്ന ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. അപ്പോൾ തന്നെ കള്ളന്മാർ ദുരിതമോഷ്ടിക്കാത്ത, പുഴുവരിക്കാത്ത, തുരുമ്പെടുക്കാത്ത സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവീൻ. സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കാൻ പറയുന്നുണ്ട്, ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുതെന്നും പറയുന്നുണ്ട്. പെന്തക്കോസ്തുകാരുടെ തലയിലോട്ട് ഇത് കയറിയിട്ടില്ല. അവരിവിടെ സ്വരൂപിച്ചു വെച്ചിരിക്കുക. നമ്മൾ ദൈവവ്യവസ്ഥ വിട്ടാ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ശുദ്ധമായ ദൈവവചനമാണ് പറയുന്നത്, നിർമ്മലമായ ദൈവവചനം. ഭൗതികം സ്വരൂപിക്കാൻ പ്രമാണം ഇല്ല തന്നെ. അപ്പോൾ തന്നെ ആത്മീയമായ സമ്പത്ത് സംഭരിക്കാൻ വിശ്വാസത്തിൽ സമ്പന്നനാകണം, പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവനാകണം, സമാധാന സമൃദ്ധി ഉണ്ടാകണം, സന്തോഷ സമൃദ്ധി ഉണ്ടാകണം, നീതിയുടെയും കൃപാദാനത്തിൻ്റെയും സമൃദ്ധി ഉണ്ടാകണം, പ്രത്യാശയുടെ സമൃദ്ധി ഉണ്ടാകണം. അതിങ്ങനെ കൂടി വരണം. ഇപ്പം നേരെ തിരിഞ്ഞിരിക്കുകയല്ല. ഭൗതിക സമ്പത്തിൻ്റെ പിറകെ പോവുകയും ആത്മീയമായി ലവോദിക്ക പർവ്വതി കിടക്കുക. കുരുടന്മാരായി, ദരിദ്രന്മാരായി, നഗ്നന്മാരായി. ആത്മീയ കുരുടനായി, ആത്മീയ ദരിദ്രനായി, ആത്മീയ നഗ്നനായി കിടക്കുക. അതാണ് ലവോദിക്ക. ലവോദിക്ക മടങ്ങി വരണം. ആത്മീയ സമ്പത്ത് എന്താ? പുതിയ നമ്മുടെ സമ്പത്ത് പഥ്യവചനം. കുരുട് മാറാൻ എന്ത് ചെയ്യണം? ആത്മീയ കുരുട് മാറാൻ പരിശുദ്ധാത്മാവുള്ള കാഴ്ചപ്പാട് പ്രാപിക്കണം. ജഡത്തിലാണ് എല്ലാം ചെയ്യുന്നത്. പ്രസംഗവും പാട്ടും പ്രാർത്ഥനയും എല്ലാം ജഡത്തിലാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കണം. അപ്പോഴാണ് ആത്മീയ കുരുട് മാറത്തുള്ളൂ. പിന്നെന്താ? ആത്മീയ ദാരിദ്ര്യം, ആത്മീയ കുരുട്, ആത്മീയ നഗ്നത. രക്ഷാവസ്ത്രവും നീതിയും വസ്ത്രവും നഷ്ടപ്പെടുത്തി. അപ്പോൾ ആരായി? ആത്മീയ നഗ്നനായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഘനമായ ഉപദേശങ്ങൾ വേദപുസ്തകത്തിലൂടെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥശൂന്യമായി. എന്തെങ്കിലും 4 ലക്ഷം പുസ്തകത്തിനൂടെ പഠിച്ചിട്ട് അത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. വസ്തുനിഷ്ഠമായി സത്യവേദ പുസ്തകത്തിലെ പുതിയ നിയമ ഉപദേശങ്ങൾ ആഴത്തിൽ നമ്മൾ പഠിക്കണം. ആഴത്തിൽ പഠിക്കണം. നമ്മൾ പുതിയ നിയമ സഭയാണെന്നും സഭയുടെ ഉപദേശം എന്താണെന്നും ആ ഉപദേശങ്ങൾ ഏതൊക്കെ നിലയിലാണ് പ്രസംഗിക്കേണ്ടതൊക്കെ ശരിക്കും മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആത്മീയമായി 1 ഇഞ്ച് നമുക്ക് ജനത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റത്തില്ല. അതല്ലേ ഇന്ന് വിശ്വാസികൾക്ക് സംഭവിച്ചു കിടക്കുന്നത്.
സഭയിൽ കിടക്കുന്ന വിശ്വാസികളെല്ലാം കോടീശ്വരന്മാരും ലക്ഷറി ലൈഫ് നയിക്കുന്നവരുമാണ്. ആത്മീയമായി ഇവരെപ്പോലെ ദാരിദ്ര്യവാസികൾ ലോകത്ത് വരെ കാണത്തില്ല. ആത്മീയമായി. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പൗലോസ് എന്താ പറഞ്ഞേക്കുന്നത്? സഭ ആരാണ്? ക്രിസ്തുവിൻ്റെ ശരീരം. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും. ചൈതന്യം ലഭിക്കുക, ഏകീഭവിക്കുക. ഉപദേശം ഒന്ന്, ആത്മാവൊന്ന്, സ്നാനമൊന്ന്, പ്രമാണമൊന്ന്, വ്യവസ്ഥിതി ഒന്ന്, എല്ലാം ഒന്ന്. ഇന്ന് നാല് വഴിക്ക് കിടക്കുകയല്ലേ. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തിൽ നിന്നുള്ളവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതും ഇതിനറിയാം. അപ്പോൾ വഞ്ചനയുടെ ആത്മാവ് ഏതാ? അപ്പോൾ നമ്മൾ ഉപദേശം കേൾക്കാതെ വല്ല ദുരുപദേശം കേട്ടുകൊണ്ടിരുന്ന മുഴുവൻ അതായില്ലേ ഇന്ന്. ആത്മീയകോളം മുഴുവനും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഈ പച്ച പരമാർത്ഥം ഞാൻ വിളിച്ചു പറയുന്നു. തലയായ ക്രിസ്തുവിൻ്റെ ഉപദേശം ശരീരമാം സഭ കേട്ട് ആത്മീയ വളർച്ച പ്രാപിക്കണം, ആത്മീയ വർധനവ് പ്രാപിക്കണം. അതാണ് ഇവിടെ ഇരിക്കുന്ന സഭ. അവൻ സഭയെന്ന ശരീരത്തിൻ്റെ തലയുമാകുന്നു. റോമാലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നൊരു ഉപദേശമുണ്ട്. റോമാലേഖനം 12-ാം അധ്യായം എടുക്കാം. 12-ാം അധ്യായം, റോമർ 12. ഹല്ലേലൂയ. ചില ഉപദേശങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാനിവിടെ തൽക്കാലം നിർത്തിയാണ്. ബാക്കി ഭാഗങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പിൽ അത് തക്ക സമയത്ത് ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ 5 മുതലുള്ള വാക്യം വായിക്കാം. അല്ല, 4 മുതൽ 12-ന്റെ 4 മുതൽ, റോമർ 12-ന്റെ 4 മുതൽ. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാനും. അതുപോലെ പലരായി നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ അവിടെ നിൽക്കട്ടെ. പ്രവചനമെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വാസത്തിനൊത്തവണ്ണം. വിശ്വാസത്തിനൊത്തവണ്ണം യൂദ 3 പോകണം. വാക്യം ഒരിക്കലായി ഫലമേൽപ്പിക്കട്ടെ വിശ്വാസ പ്രമാണം. പ്രവചിക്കുന്നവൻ വിശ്വാസ പ്രമാണം അനുസരിച്ച് പ്രവചിക്കണം. വിശ്വാസ പ്രമാണം അനുസരിച്ച് പ്രവചിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ആ പ്രവചനം? പ്രവചിക്കുന്നവൻ പ്രബോധനത്തിനും ആത്മീയ വർധനവിനും പിന്നെ ആശ്വാസത്തിനുമായിട്ട് മനുഷ്യരോട് സംസാരിക്കും. പ്രവൃത്തി 15-ൽ യൂദായും ശീലാസും പ്രവാചകന്മാരാകിയാൽ പല വചനങ്ങളെ കൊണ്ട് പ്രബോധിപ്പിച്ചുറപ്പിച്ചു. ഇന്ന് ഈ പ്രവചനം വല്ലതും ഉണ്ടോ? ആത്മീയ വർധനവിന്, ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രവചനം ഉണ്ടോ? ചക്ക കിട്ടും, മാങ്ങ കിട്ടും, തേങ്ങ കിട്ടും, ജോലി കിട്ടും, വിസ കിട്ടും, കാറ് കിട്ടും, വീട് കിട്ടും, ലോറി കിട്ടും, പിന്നെ ലോകത്തിലെ ഭൗതിക അനുഗ്രഹങ്ങൾ കിട്ടുമെന്നല്ലേ വാതോരാതെ പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും ആത്മീയ ഗോളത്തിൽ നിറഞ്ഞു കിടക്കുക. സൂക്ഷിക്കുക. 7 സഭകളെന്നുള്ള വിഷയം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ആ 7 സഭകളിൽ ആദ്യത്തെ സഭയായ എഫെസോസ് സഭയിൽ ഒരു കൂട്ടർ വന്നു. അതിനടുത്ത് വായിച്ചേ. വെളിപ്പാട് 2-ന്റെ 1 മുതലുള്ള വാക്യം വായിച്ചത് വായിച്ചത് നിർത്താൻ പോവാൻ. വെളിപ്പാടിൻ്റെ 2-ാം അധ്യായം 1 മുതലുള്ള വാക്യം നമ്മൾ വായിച്ചു. എഫെസോസ് സഭയുടെ ദൂതൻ എഴുതുക. ആമേൻ. അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ നിങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ചതും കള്ളന്മാരെന്ന് കണ്ടതും മതി. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞു വന്നവരെ പരീക്ഷിച്ചപ്പോൾ അവർ കള്ളന്മാരായി കണ്ടു. പ്രവാചകന്മാരെന്ന് പറഞ്ഞ് അവരെ പരീക്ഷിച്ചപ്പോൾ കള്ളപ്രവാചകന്മാരെന്ന് കണ്ടു. ഇന്ന് കള്ളപ്രവാചകന്മാർ സഭയിൽ കിടന്ന് ഞെരങ്ങുകയല്ലേ. കള്ളപ്രവചനം പറഞ്ഞ് ജനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഭൗതിക അനുഗ്രഹങ്ങൾ വാരിക്കോരി പ്രവചിക്കുമ്പോൾ
അവർക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടും. ആ പണം വാങ്ങി അവർ സായുജ്യം അടയുക. അവിടെ കള്ളപ്രവചനം കേട്ട് ഗുണം പിടിക്കാത്ത വിശ്വാസികൾ ആത്മീയമായി നശിച്ചു പോവുക. പ്രവചനം എന്താണെന്ന് പുസ്തകത്തിൽ പഠിക്കണം. യൂദയും ശീലാസും പ്രവാചകന്മാരാണ്. പല വചനങ്ങളെ കൊണ്ട് അവർ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. പ്രവചിക്കുന്നവൻ ആത്മീയവർദ്ധനവിന്, പ്രബോധനത്തിന്, ആശ്വാസത്തിനായി മനുഷ്യരോട് സംസാരിക്കുന്നു. പ്രവചനം മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. ആരാ പറയുന്നേ? പത്രോസാ പറയുന്നേ. ഞാൻ ആ ഭാഗം നിങ്ങളെ വായിച്ച് വേണമെങ്കിൽ കേൾപ്പിക്കാം. അത് നമ്മൾ കേൾക്കേണ്ട കാര്യം തന്നെയാണ്. അധികം ആരൊന്നും പ്രസംഗിക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. പുതിയ നിയമം പ്രസംഗിക്കുന്ന ഞങ്ങളിതൊക്കെ ശക്തിയോടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങളെ ദൈവം ഇത് പ്രസംഗിക്കാൻ ആക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. 2 പത്രോസ് 1:19 മുതൽ പ്രവചനവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വിളിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. തിരുവൃത്തികളെ, പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗത്താൽ പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. അതാണ് പ്രവചനം. ഹല്ലേലൂയ. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ച വചനങ്ങളാണ് പ്രവചനങ്ങൾ. അതാണ് യൂദയും ശീലാസും പ്രവാചകന്മാരാകിയാൽ പല വചനങ്ങളെ കൊണ്ട് പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. പുതിയ നിയമ പ്രവചനം വചനം കൊണ്ട് ജനത്തെ പ്രബോധിച്ച് ഉറപ്പിക്കുന്നതാണ് പ്രവചനം. മകനെ മകനെ എന്ന് പറഞ്ഞ് വാക്യം കൊണ്ട് പറഞ്ഞു. അല്ലാണ്ട് ഞാൻ ഫ്ലൈറ്റ് കാണുന്നു, ടിക്കറ്റ് കാണുന്നു. നാളെ ഒരു പ്രവാചകൻ പറയാം, ഞാൻ മോളെക്കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മോളൊരു വെള്ള നേഴ്സിൻ്റെ ഉടുപ്പ് ഇട്ടൊരു സിറിഞ്ചും പിടിച്ച് നിൽക്കുന്നു, മോള് ഗൾഫിൽ പോകുന്നു. അതിനെ കൊണ്ടൊന്നും നഴ്സിങ്ങിന് പഠിപ്പിക്കാനാക്കി അവസാനം കാശ് മുഴുവൻ നഷ്ടമായി തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന കഥ ഒരു പാസ് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ചുമ്മാ ഓരോന്നങ്ങ് പ്രവഹിച്ചുകൊള്ളുക, കാശിന് വേണ്ടി, പണത്തിന് വേണ്ടി. അതുകൊണ്ട് വഞ്ചിതരാകാൻ ഇരിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് 2 പത്രോസ് പറഞ്ഞത് 2-ാം അധ്യായത്തിൽ. എന്നാൽ കള്ളപ്രവാചകന്മാർ ജനത്തിനിടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടകന്മാരുണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നിർണയിച്ച് തങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമപ്രവൃത്തികൾ പലരും അനുകരിക്കും. അതിനിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു, അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശലവാക്ക് പറഞ്ഞ്, കള്ളപ്രവചനം പറഞ്ഞ് സഭയിലെ വിശ്വാസികളെ ഭൗതികമായി അനുഗ്രഹിക്കും, ബിസിനസ് വർദ്ധിക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നും പറഞ്ഞ് കള്ളപ്രവാചകന്മാർ വാതോരാതെ കിടന്ന് പറഞ്ഞ് സഭയെ പ്രബോധിപ്പിച്ച് അവരത് കേട്ട് ഭൗതികമായ അനുഗ്രഹങ്ങളെല്ലാം കിട്ടും. ഇഷ്ടം പോലെ ജോലിക്ക് ജോലി, പ്രൊമോഷൻ എല്ലാം കിട്ടും. അവസാനം കൂടെ നരകവും കിട്ടും. അല്ല എന്താ? നയമാൻ്റെ പിറകെ ഓടിയ ഗേഹസിക്ക് എന്ത് കിട്ടി? 1 താലന്ത് തരണമേ, 2 താലന്ത് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. വെട്ടി ചുമന്ന് വീട്ടിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ എന്ത് പറ്റി? ചോദിക്കാത്ത കാര്യം കിട്ടി, കുഷ്ഠം. ഞാൻ ദിവസങ്ങളിൽ തുടരായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ എല്ലാവരും കേൾക്കട്ടെ. ചോദിക്കാത്ത കാര്യം ഒന്നും കിട്ടി, കുഷ്ഠം. കരുത്തനായ ശക്തനായ പ്രവാചകന്റെ പിറകെ നടന്ന് അവസാനം ഈ ഗേഹസിക്ക് ഈ ഗതികെട്ട അവസ്ഥ വന്നല്ലോ. നമ്മുടെ ആത്മീയ ഗോളത്തിൽ ഈ ഗേഹസിമാർ കിടപ്പുണ്ട്, സൂക്ഷിച്ചോ. കള്ളപ്രവാചകന്മാർ ദുർവിഷാത്മ കിടപ്പുണ്ട്, സൂക്ഷിച്ചോ. ബാക്കിയുള്ള സൂക്ഷിക്കുക. ആകത്തെ വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. ശുദ്ധമായ നിർമ്മലമായ പഥ്യവചനം, പഥ്യോപദേശം പ്രസംഗിക്കുന്ന ഭാഷന്മാരുടെ ഉപദേശം കേട്ട് അവർ പറയുന്ന പഠിപ്പിക്കൽ കേട്ട് ജീവിച്ചാൽ സ്വർഗത്ത് പോകാം. ഇല്ലെങ്കിൽ യാതൊരു ഉറപ്പുമില്ല സ്വർഗത്ത് പോകുന്ന കാര്യത്തെക്കുറിച്ച്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുക. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വരും ദിവസങ്ങളിലൂടെ വാട്സപ്പുകളിൽ അതാത് സമയങ്ങളിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, 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 സ്തോത്രം.